കുട്ടികളെ എന്തിന്റെ വിശേഷങ്ങളൊക്കെ അടിപൊളിയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ഓംസ് ലോനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓംസ് ലോ എക്സ്പെരിമെന്റ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. ബിക്കോസ് ആ ഒരു എക്സ്പെരിമെന്റിൽ കുറേ നമ്മൾ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ഓംസ് ലോരെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ശേഷം നമ്മൾ അതിൻ്റെ അകത്തുള്ള ലാബ് ചെയ്ത് കാണിക്കുന്നു. കൂടാതെ അതിൻ്റെ അതിലുള്ള വൈവാ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഈ ഓംസ് ലോയുടെ എന്താണ് അതിൻ്റെ എയിം എന്നാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കാം. ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ എന്ന് പറയുന്നതാണ് നമ്മൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി മാറി ചോദിക്കാം. ദാറ്റ് ഈസ് ടു വെരിഫൈ ഓംസ് ലോ ആൻഡ് ടു ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ എന്ന രീതിയിൽ വേറൊരു രീതിയിൽ ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി, ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. എങ്ങനെയാണ് സാർ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചുകൊണ്ട് എന്താണ് കാര്യം? ഓംസ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ഒന്നാമത്തെ കാര്യം എന്താണ് സാർ ഈ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ എന്നാണ്. അതിന്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും. എന്താ സാറേ പറയണത്? അതായത് നമുക്കൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ പറയുന്ന കണ്ടക്ടറിന്റെ ഈ എൻഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 ആണ്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V2 ആണെന്ന് വിചാരിക്കുക. ഈ V1 V2 എന്ന് പറയുന്ന ഈ രണ്ട് പൊട്ടൻഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 മൈനസ് V1. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 വോൾട്ട് ആണ്. സോ 10 മൈനസ് 5 ദാറ്റ് ഈസ് 5 വോൾട്ട് ആണ്. സോ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. സോ ആയിട്ട് നമുക്കറിയാം. ഇനിയിപ്പം സാർ ഞാൻ വേറൊരു കണ്ടക്ടർ എടുത്തു. അതിന് കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ 0 വോൾട്ട് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ 10 വോൾട്ട് ആണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വോൾട്ട് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കൂടുതൽ കറണ്ട് ഉണ്ടാവും. ബിക്കോസ് എന്താ സാറേ കാരണം എന്താ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണ്. നേരത്തെ 5 വോൾട്ട് ആയിരുന്നു, ഇവിടെ 10 വോൾട്ട് ആണ്. സോ 10 വോൾട്ടിൽ നിന്ന് 0 വോൾട്ടിലേക്ക് കറണ്ട് ഉണ്ടാവും. ദാറ്റ് മീൻസ് ചാർജ് ഫ്ലോ ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് നമ്മൾ ഓംസ് ലോ. എന്താണ് സാറേ പറയണത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ, ദാറ്റ് ഈസ് വി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ആറ് കൂടുന്ന പറയണത് അതിലൂടെയുള്ള കറണ്ട്, ആ കണ്ടക്ടറിനകത്തുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ഐ. സാർ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. സാർ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നത് ദാറ്റ് ഈസ് ഇവിടുത്തെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഉള്ളൂ. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ വി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കും സാറേ, അതിന് ചേഞ്ച് സംഭവിക്കും. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എയിം ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ എയിം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഓംസ് ലോ എന്താണ്, തിയറി പാർട്ട് നമ്മൾ എഴുതി തുടങ്ങുന്നു. ഓംസ് ലോ എന്താണ് നമ്മൾ എഴുതി, അത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് ടു പോയിന്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ് സാറേ. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ആരാണ് സാറേ? IR. ദാറ്റ് ഈസ് ഒരാളെ കൊണ്ടുവന്നതാണ്. ആരാണ് ഈ റെസിസ്റ്റൻസ്? ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാറേ കണ്ടുപിടിക്കുക? ആർ ഇസ് ഈക്വൽ ടു എന്താണ്? V by I. സോ റെസിസ്റ്റൻസിന് ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു V by I. അപ്പൊ 3 ഇക്വേഷൻ കിട്ടി സാറേ. V ഈക്വൽ ടു IR, R is equal to V by I is equal to V by R. അങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. സോ ഈ പറയുന്ന 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും കറണ്ട് കണ്ടുപിടിക്കാനും വോൾട്ടേജ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തിയറി പാർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇവിടുത്തെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ R is equal to V by I എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമാണ് നമ്മുടെ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് R is equal to എന്താണ്? V by I എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ലാബിൽ നമ്മുടെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന R is equal to V by I എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. സോ ആ ഇക്വേഷൻ മാത്രം നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. സോ ഇത്രയും കാര്യമാണ് ഓംസ് ലോന്റെ ബേസിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ഓംസ് ലോനെ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യും, അതായത് കമ്പോണൻസിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്ങനെയാണ് സാറേ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്? സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ദാറ്റ് ഈസ് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെല്ല് നമുക്ക് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് സെല്ലാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതിന് ടെർമിനൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അതിനുശേഷം ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു കീ ആണ് കുഞ്ഞുങ്ങൾ, ഒരു കീ ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ആവശ്യമായിട്ടുള്ള ആരാ? നമ്മളെ റെസിസ്റ്റൻസ് ആണ്. ഒരു റെസിസ്റ്റൻസ് ആണ്, ഒരു കുഞ്ഞു വയറാണ്. ആ കുഞ്ഞു വയറാണ്, ഒരു കുഞ്ഞു വയർ എടുത്തിട്ടുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സർക്യൂട്ടിൽ കറണ്ടിനെ തടസ്സപ്പെടുത്തുന്ന ആരാണോ അയാളാണ് റെസിസ്റ്റൻസ്.
റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതിന്റെ എബിലിറ്റിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ്, ഇറ്റ്സ് കോൾഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെസിസ്റ്ററിന് പാരലായിട്ട്, എപ്പോഴും ശ്രദ്ധിക്കണം മക്കളെ, പാരലായിട്ടാണ് ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ലാബിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വോൾട്ട് മീറ്ററിന് പാരലായിട്ടായിരിക്കണം ആരുണ്ടാവേണ്ടത്? ആ പറയുന്ന കണ്ടക്ടർ കണക്ട് ചെയ്യേണ്ടത്. സോ ആ പറയുന്ന വോൾട്ട് മീറ്ററിന്റെ 2 ടെർമിനൽസിന് മുകളിൽ കണക്ട് ചെയ്താൽ മതി. ആ വയർ എടുത്തിട്ട് ആ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിന്റെ മുകളിൽ കണക്ട് ചെയ്താൽ മതി. എന്ത്? ഈ പറയുന്ന വയർ എന്ന് പറയുന്നത്. ആ വയറാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്ന ആൾ കേട്ടോ. സോ ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആരാണ്? സീരീസ് ആയിട്ട് നമ്മൾ അമ്മീറ്ററിന് കണക്ട് ചെയ്യുന്നു. അമ്മീറ്ററിന്റെ ആവശ്യമില്ല, മില്ലി അമ്മീറ്ററിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ ചില സമയത്ത് നമുക്ക് അതായത് അമ്മീറ്ററിന്റെ ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ ആംബിയർ റേഞ്ചിലുള്ള കറണ്ട് ആണെങ്കിലും സാധാ അമ്മീറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മില്ലി അമ്മീറ്റർ നമ്മൾ യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ആരെ? ഒരു റിയോസ്റ്റാറ്റ് ഞാൻ കണക്ട് ചെയ്യാണ് കുഞ്ഞുങ്ങളെ. റിയോസ്റ്റാറ്റ് ആരാണ് സാറേ? റിയോസ്റ്റാറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ റിയോസ്റ്റാറ്റിനെ എങ്ങനെയും സാറേ കാണിക്കാറുണ്ടതാ? വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. സോ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആക്ച്വലി വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അതിന്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കും. എന്തിനാ സാറേ റെസിസ്റ്റൻസ് മാറുന്നത്? ഈ പറയുന്ന സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന റിയോസ്റ്റാറ്റ് എന്ന് വിളിക്കാം. സോ റിയോസ്റ്റാറ്റ് ആണ് RH എന്ന് വിളിക്കാം. നമുക്ക് റിയോസ്റ്റാറ്റ് നമുക്ക് RH എന്ന് വിളിക്കാം. സോ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അയാളാണ് റിയോസ്റ്റാറ്റ്. എങ്ങനെയാ? അവിടുത്തെ റെസിസ്റ്റൻസ്, ആ റിയോസ്റ്റാറ്റിന്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ പറയുന്ന സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന റിയോസ്റ്റാറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആരൊക്കെയാണ് കമ്പോണൻസ്? ആരൊക്കെയാണ്? ഒന്ന് സെല്ലാണ് സർ, ഈ പറയുന്നത് കീ ആണ് സർ, ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്, ഇത് നമ്മുടെ വോൾട്ട് മീറ്റർ ആണ്, ഇത് അമ്മീറ്റർ ആണ്, കൂടാതെ റിയോസ്റ്റാറ്റ് ആണ്. ഇത്ര കമ്പോണൻസ് മതി കറണ്ട് മെഷർ ചെയ്യാൻ, അമ്മീറ്റർ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ, വോൾട്ട് മീറ്റർ. ഇത് സർക്യൂട്ടിൽ നമുക്ക് എങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. സർക്യൂട്ടിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ കമ്പോണൻസിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. സർക്യൂട്ട് ഡയഗ്രം ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓംസ് ലോന്റെ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ലാബിൽ പോയിട്ട് എങ്ങനെയാണ് ഈ ഓംസ് ലോ ചെയ്ത് കാണിക്കുക, എങ്ങനെയാണ് നമ്മൾ ഓംസ് ലോ വെരിഫൈ ചെയ്ത് കാണിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഓരോന്നിനും പരിചയപ്പെടുത്താതെ എങ്ങനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം, സർക്യൂട്ട് ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ സർക്യൂട്ടിൽ എങ്ങനെ നമ്മളത് കണക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അതിനുശേഷം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അതിനുള്ള റീഡിങ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അതൊക്കെ നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നു. അപ്പോൾ നേരെ നോക്കാം കുട്ടികളെ. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 സാധനങ്ങൾ, മെയിനായിട്ട് ആവശ്യമുള്ള 2 ആൾക്കാരാണ് ഈ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. കാരണം വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മില്ലി അമ്മീറ്റർ ആണ്, ഇവിടെ നമുക്ക് കാണാം മില്ലി അമ്മീറ്റർ എന്ന് എഴുതിയിട്ടാണ്. ദാറ്റ് ഈസ് ഇത് മെഷർ ചെയ്യുന്നത് മില്ലി ആംബിയർ റേഞ്ചിലുള്ള കറണ്ടാണ്. മില്ലി അമ്മീറ്റർ ആണ് സെക്ഷൻ ചെയ്ത്. അപ്പോൾ ഇതിന്റെ റേഞ്ച് നമുക്ക് 0 to 250 എന്ന് കാണാം. ഇവിടെയുള്ള വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് ആണെങ്കിൽ 0 to 2 വോൾട്ട് വരെയാണ് ഈ പറയുന്ന വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. ശേഷം നമ്മൾ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് വയറാണോ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വയർ, ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓംസ് ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വയറാണ് ഈ കാണുന്നത്. 20 സെന്റിമീറ്റർ ലെങ്ത് ആണ് നമ്മൾ എടുത്തിട്ടുള്ള വയർ. കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും ആ വാല്യൂ എന്തിനാണ് സാർ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ട് ആവശ്യമാണ് നമ്മുടെ സോഴ്സ് ആണത്. അതായത് വോൾട്ടേജ് സോഴ്സ് ആണ്. നമുക്ക് 0, 2, 4, 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ 2 വോൾട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വോൾട്ട് ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. സോ നമുക്ക് വേണ്ട രീതിയിൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അത് ഉപയോഗിക്കാം. ശേഷമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റൻസ് വേണം നമുക്ക് ഇതിനെ വിളിക്കാം. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വേരി ചെയ്ത് സർക്യൂട്ടിലൂടെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. സോ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ്പെരിമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കൂടാതെ എല്ലാവർക്കും അറിയാം ഒരു കീ ആണ്, ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കീ എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു വയറിന്റെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്ക്രൂ ഗേജ്, ഇതിന്റെ വർക്കിംഗ് ഒക്കെ സൂപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. സോ സ്ക്രൂ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നു ഈ പറയുന്ന ആളുടെ റേഡിയസ് കണ്ടുപിടിക്കാൻ, അതായത് തിക്നെസ് കണ്ടുപിടിച്ചിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഉപയോഗിക്കുന്നത്. കൂടാതെ അത് കണക്ട് ചെയ്യാനുള്ള കുറച്ച് വയേഴ്സുകളുണ്ട്. എങ്ങനെയാണ് ഈ കണക്ഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അവിടെ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് നോക്കിയാലോ. ആദ്യമായി നമ്മളെ സെല്ലില്ലേ, നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെല്ലിന്റെ പോസിറ്റീവ് എന്നതാ നോക്കിയാൽ മക്കളെ, സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് ഞാനൊരു കണക്ഷൻ എടുക്കും. നോക്കണേ, സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് ഞാനൊരു കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്തു. സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് ഞാനൊരു കണക്ഷൻ എടുത്തിട്ട് നേരെ നമ്മൾ എങ്ങോട്ടാണ്, കീയിലേക്കല്ലേ മക്കളെ, കീന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ കണക്ട് ചെയ്തു. ആ കീയുടെ ഒരു ഭാഗത്തേക്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് നിന്ന്, കീയുടെ മറ്റേ ഭാഗത്ത് നിന്ന് എങ്ങോട്ടാണ് നിങ്ങളെ, കീയുടെ മറ്റേ ഭാഗത്ത് നിന്ന് നേരെ നമ്മുടെ എവിടേക്കാണ്, ഈ വോൾട്ട് മീറ്ററിലേക്കാണ് നമ്മളെ കണക്ഷൻ ഉള്ളത് അല്ലേ. ആ വോൾട്ട് മീറ്ററിലേക്കുള്ള കണക്ഷൻ നോക്കിയതാ, സെല്ലിന്റെ ഈ പറയുന്ന കീയുടെ ഈ ഭാഗത്ത് നിന്ന് വോൾട്ട് മീറ്ററിലേക്ക് നമ്മളൊരു കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തു, നേരെ നമ്മൾ വോൾട്ട് മീറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കും. നോക്കിയതാ, വോൾട്ട് മീറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു. ആ വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത എന്താ കുഞ്ഞുങ്ങളെ, ആ വോൾട്ട് മീറ്ററിലാണ് ആരൊക്കെ ഉള്ളത്, ആ വോൾട്ട് മീറ്ററിലാണ് നമ്മുടെ ആര് കിടക്കുന്നത്, നമ്മളെ റെസിസ്റ്റൻസ് കിടക്കുന്നത്. ഞാൻ അതേ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇതിന്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ അതിന്റെ നെഗറ്റീവിൽ നിന്ന് നേരെ നമ്മുടെ അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് നോക്കണേ, അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അമ്മീറ്ററിന്റെ പോസിറ്റീവ് നിന്ന് നേരെ നമ്മൾ അമ്മീറ്റർ പോസിറ്റീവ് കഴിഞ്ഞിട്ട് നേരെ നെഗറ്റീവ് അല്ലേ. അമ്മീറ്റർ നെഗറ്റീവ് നിന്ന് നേരെ നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്, റിയോസ്റ്റാറ്റിന്റെ ഒരു എൻഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അത് ഈ എൻഡിലേക്ക് കണക്ട് ചെയ്താൽ അതൊക്കെ ഏതാ, ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. 3 കണക്ഷൻസ് ആണ് ഉണ്ടാവുക. 1, 2, 3 എന്ന് 3 കണക്ഷൻസ് ആണ് റിയോസ്റ്റാറ്റിൽ ഉണ്ടാവുക. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു മുകളിലും താഴെയും മാത്രമേ കണക്ഷൻ ഉള്ളൂ, ഒരു എൻഡ് ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ ആണ് നമ്മൾ കണക്ഷൻ എടുക്കേണ്ടത്. സോ ഇവിടുന്ന് നമ്മൾ ഓരോ കണക്ഷൻസ് വീതെടുക്കുന്നു. സോ ഇവിടുന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് നേരെ എവിടേക്ക് കൊടുക്കുകയാണ്, അമ്മീറ്ററിലേക്ക് കൊടുക്കുകയാണ്. സോ അമ്മീറ്ററിലേക്ക് ഞാൻ ഇവിടെ കണക്ഷൻ കൊടുക്കുന്നു. രണ്ടും നിങ്ങൾ ഡയറക്റ്റ് കൊടുത്താൽ മതി മക്കളെ, വയറിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്ത് ആഡ് ചെയ്യുന്നുള്ളൂ, വേറൊരു പ്രശ്നമൊന്നുമില്ല. സോ ഞാൻ ലെങ്ത്ത് ആഡ് ചെയ്തു. സോ ടോട്ടലായിട്ട് ഞാൻ അമ്മീറ്ററിൻ്റെ കണക്ഷൻ അമ്മീറ്റർ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക് ഞാനൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന റിയോസ്റ്റാറ്റിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് നേരെ ഞാൻ ഈ പറയുന്ന എവിടേക്കാണ്, സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് ഞാൻ കണക്ഷൻ കൊടുക്കുന്നു. സോ ടോട്ടലായിട്ട് നമ്മളെ കണക്ഷൻസ് ഇത്രേ ഉള്ളൂ. ഞാൻ ആ കണക്ഷൻസ് ഒന്നുകൂടെ പറയുകയാണ്. അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് ഞാൻ കണക്ഷൻ എടുത്തു, സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് കണക്ഷൻ എടുത്ത് ഞാൻ നേരെ കീയിലേക്ക് കൊടുത്തു. കീയിൽ നിന്ന് നേരെ കീയുടെ മറ്റേ സൈഡിൽ നിന്ന് നേരെ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു. അവിടെയാണ് നമ്മൾ ആര് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മളിവിടെ എന്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ നെഗറ്റീവ് നിന്ന് നേരെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, അമ്മീറ്റർ നെഗറ്റീവിൽ നിന്ന് നേരെ പോകുന്നത് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് നേരെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക്. ഇത്രയാണ് നമ്മളെ കണക്ഷൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഞാൻ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി ഇപ്പോഴത്തെ റീഡിംഗ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ. ഇപ്പോൾ നമ്മൾ വോൾട്ട് മീറ്ററിലെ റീഡിംഗ് കാണുന്നത് എങ്ങനെയാണ്, 0.05 0.1 എന്ന് പറയുന്ന റീഡിംഗ് ആണുള്ളത്. സോ നമുക്ക് 0.1 എന്ന് പറയുന്ന 0.1 വോൾട്ട് എന്ന് പറയുന്ന റീഡിംഗ് നമുക്ക് വോൾട്ട് മീറ്ററിലും നമുക്ക് മില്ലി അമ്മീറ്ററിലാണ് മക്കളെ ശ്രദ്ധിക്കണം. മില്ലി അമ്മീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ ആംബിയർ എന്നാണ്. മില്ലി ആംബിയർ എന്നാകുമ്പോൾ 10⁻³ ആംബിയർ എന്ന് എഴുതാൻ മറക്കരുത്. സോ ഇവിടെ ഉള്ളത് 100, 110, 120, 125 ആണ്. അപ്പോൾ 125 മില്ലി ആംബിയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് ടേബിളിലേക്ക് എഴുതി നോക്കിയാലോ. ഇങ്ങനെ സാറേ ഉണ്ടാവുക, വോൾട്ട് മീറ്ററിൽ കാണുന്ന സാറേ 0.1 വോൾട്ട് ആണ്. 0.1 വോൾട്ട് എന്നാണ്. കറണ്ടിൻ്റെ റീഡിംഗ് എത്ര സാറേ, അമ്മീറ്റർ റീഡിംഗ് എത്രയാണ്, 125 എന്ന് എഴുതിയാൽ മതി. മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് മില്ലി ആംബിയറിലാണ് എഴുതിയിട്ടുള്ളത്. സോ 125 എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 125 മില്ലി ആംബിയർ എന്നാണ് റീഡിംഗ് എടുത്തിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും വരുന്ന ചേഞ്ച് എന്താണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ പറയുന്ന റിയോസ്റ്റാറ്റ് ഒന്ന് നീക്കുന്നു. റിയോസ്റ്റാറ്റ് നീക്കുന്ന സമയത്ത് ഞാനൊരു 0.2 ഓക്കെ 0.2 വോൾട്ട് ആക്കി വെച്ചിട്ടുണ്ട്. 0.2 വോൾട്ട് വരുന്ന സമയത്ത് എത്രയാണ് റീഡിംഗ് നോക്കാം. 0.2 വോൾട്ട് വെച്ചിട്ടുണ്ട്. 0.2 വോൾട്ട് വെച്ച സമയത്ത് സ്വാഭാവികമായിട്ട് എത്രയാണ് റീഡിംഗ് നോക്കാം. നമുക്ക് അറൗണ്ട് നമുക്ക് ഒരു 2 വന്നിട്ടുള്ളത്, ഒരു 210, 220 ഒരു 225 മില്ലി ആംബിയർ വന്നിട്ടുള്ളത്. 225 മില്ലി ആംബിയർ എന്നാണ് റീഡിംഗ് വന്നിട്ടുള്ളത്. സോ ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ 4 റീഡിംഗ് കൂടെ കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലുള്ള റീഡിംഗ് എടുക്കാം. 0.15 എന്നുള്ള റീഡിംഗ് എടുക്കാം, 0.25 എന്ന് പറയുന്ന വോൾട്ടേജ് എടുക്കാം. സോ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കുന്നത്. റിയോസ്റ്റാറ്റ് മാറ്റിയിട്ട് കറണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ ഇതിൻ്റെ ഒരു ടാബുലാർ കോളം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ കാൽക്കുലേഷൻസിലേക്ക് നമുക്ക് പോകാം.
അപ്പോൾ നമ്മൾ സ്ക്രൂ ഗേജ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ വയറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക, അതായത് റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം, അതിന് റേഡിയസിൻ്റെ ആവശ്യം നമുക്കുണ്ട്, അതായത് ഏരിയ ക്രോസ് സെക്ഷൻ്റെ ആവശ്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ റേഡിയസ് നമുക്ക് ആവശ്യമുണ്ട്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്രൂ ഗേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പറയുന്ന നമ്മൾ മൂന്നായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് 3 സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ കേൾപ്പിക്കാം. അങ്ങനെ 3 സൗണ്ട് ഉണ്ടാകുന്ന വരെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 0 എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിലൊരു നമ്മളെ ഹെഡ് സ്കെയിലിൻ്റെ മുകളിൽ നമുക്കൊരു ലൈൻ കാണാം, പിച്ച് സ്കെയിലിൻ്റെ മുകളിലും കാണാം. അതായത് നമുക്കിവിടെ കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്ന് കാണാം. അതായത് ഇപ്പോൾ അത് കോയിൻസൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ 0 ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നത് കറക്റ്റ് 98ലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി നമുക്ക് മെഷർ ചെയ്യുന്ന റീഡിങ്ങിൽ നിന്ന് 2 കുറവായിട്ടേ നമുക്ക് റീഡിങ് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയണം ഇവിടുത്തെ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് സാറേ? 2 ആണ്, +2 ആണ്. 100ലേക്ക് എത്ര ഉണ്ട് നോക്കിയാൽ മതി. 98ലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം ഹെഡ് സ്കെയിൽ ഇഷ്ടം പോലെ നമുക്ക് റീഡിങ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് അത് 98ലാണ് ഇപ്പോഴത്തുള്ള 0ലേക്ക് കോയിൻസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ +2 ആണ് നമ്മളെ സീറോ കറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് റീഡിങ് നമ്മൾ ഇതുമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന റീഡിങ്ങിൻ്റെ കൂടെ ഒരു +2 ആഡ് ചെയ്ത് ചെയ്യണം. അതുകൊണ്ടാണ് സീറോ കറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ സീറോ കറക്ഷൻ ഈസ് +2 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സീറോ കറക്ഷൻ എഴുതാം. എന്ത് എഴുതി കഴിഞ്ഞാലും +2 ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. സോ കറക്റ്റഡ് HSR എന്ന് ഉദ്ദേശിക്കുന്നത് HSR വാല്യൂ എടുത്തിട്ട് നമ്മൾ +2 ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കറക്റ്റഡ് HSR എഴുതേണ്ടത്. സോ കറക്റ്റഡ് HSR എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട. CHSR എന്ന് പറഞ്ഞാൽ കറക്റ്റ് HSR ആണ്. കറക്റ്റ് HSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആഡ് ചെയ്തതിന് ശേഷം എഴുതുന്നതിനാണ് കറക്റ്റ് HSR എന്ന് വിളിക്കുക. സോ നമുക്ക് ഈ പറയുന്ന വയറിൻ്റെ തിക്നെസ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണുന്ന റീഡിങ് 0 എന്ന് പറയുന്ന റീഡിംഗ് ആണ് നമ്മളെ പിച്ച് സ്കെയിലിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണാമല്ലോ 0 എന്ന് പറയുന്ന റീഡിംഗ് ആണ് പിച്ച് സ്കെയിലിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ PSR എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് 0 ആണ്. 0 ആണ് നമ്മൾ PSR എന്ന് പറയുന്ന സ്ഥലത്ത് എഴുതേണ്ടത്. 0 ലൈൻ മാത്രമേ ഞാൻ അവിടെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഇതിന് തിക്നെസ് ആയതുകൊണ്ട് വളരെ സ്മോൾ ആണ്, നമ്മൾ 0 ആണ് നമുക്ക് കിട്ടുള്ളൂ. ഇനി സാറേ ആ 0 ഇവിടെയുള്ള 0ൻ്റെ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നത് എവിടെയായിട്ടാണ്? 40 ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഹെഡ് സ്കെയിലിൽ 48 ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 40 എന്ന് എഴുതുകയാണ്. ആക്ച്വലി 40 ആണോ സാറേ? അല്ല, +2 അവിടെ കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ +2 കുറവുള്ളത് കൊണ്ട് തന്നെ 2 ആഡ് ചെയ്ത് എഴുതാം. സോ കറക്റ്റ് HSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 42 ആണ്. സോ ഇതിന് ഒന്നുകൂടി റീഡിങ് എടുത്ത് നോക്കാം. നമുക്ക് ഒന്നുകൂടി ലൂസ് ആക്കുന്നു, ഒന്നുകൂടി നമ്മൾ ടൈറ്റ് ആക്കുന്നു. സോ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് ഇപ്പോൾ നിൽക്കുന്നത് 40 ആണ്. സോ 0, 40 ആൻഡ് 42 എന്ന് കിട്ടും. ഒരു 6 പ്രാവശ്യം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. കൂടാതെ സാറേ അപ്പോൾ ടോട്ടൽ റീഡിങ് എത്രയാണ് സാറേ? ടോട്ടൽ റീഡിങ് എങ്ങനെയാണ് കാണുക? PSR + കറക്റ്റഡ് HSR × LC ആണ്. സാർ ഈ പറയുന്ന സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടാണ്. ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് കാണുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 മില്ലിമീറ്റർ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 0.01 മില്ലിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമ്മളെ വീഡിയോയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 മില്ലിമീറ്റർ ആണ്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടോട്ടൽ റീഡിങ് കണ്ടുപിടിക്കുകയാണ്. സോ ടോട്ടൽ റീഡിങ്ങിനെ സാറേ PSR 0 + HSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 × LC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01. അപ്പോൾ ഈക്വൽ ടു എത്രയാണ് സാർ? അപ്പോൾ നമ്മൾ മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 0.42 മില്ലിമീറ്റർ. നല്ലോണം നോക്കണേ. ഇതിൻ്റെ ടോട്ടൽ റീഡിങ് നമ്മൾ വരുന്നത് എന്തിലാണ്? മില്ലിമീറ്ററിലായതുകൊണ്ട് നമുക്ക് എന്തിൽ എഴുതാം? 0.42 മില്ലിമീറ്റർ നമുക്ക് എഴുതാം. സോ റീഡിങ് കിട്ടിയല്ലോ. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതിയിട്ട് നമുക്ക് നേരെ കാൽക്കുലേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ കാൽക്കുലേഷൻ ആണ്. ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. കൂടാതെ നമ്മൾ ടാബുലാർ കോളത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ അത് നോക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ ടാബുലാർ കോളം നോക്കിയാലോ? ഈ ടാബുലാർ കോളം നമ്മളിപ്പോൾ റീഡിംഗ് ഒക്കെ എടുത്തു വന്നൂലേ? 2 റീഡിംഗ് ആണ് എടുത്തത്. നമുക്ക് 3 റീഡിംഗ് ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 3 റീഡിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. V/I = R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്തുവാ? അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current passing through the conductor is directly proportional to the potential difference between two ends of the conductor എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെ സാറേ വെരിഫൈ ചെയ്യുക? അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സാറേ ഇവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ നോക്കിയേ. വോൾട്ടേജ് 0.1, 0.5, 0.15, 0.2 ഇൻക്രീസ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് കറണ്ട് 125, 170, 225 ഇൻക്രീസ് ആയത് കണ്ടോ നിങ്ങൾ? എന്ത് മനോഹരമായിട്ട് ഇൻക്രീസ് ആയി. സോ എനിക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻക്രീസ് ആകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ? സോ എനിക്ക് പറയാൻ പറ്റും
അവിടെയുള്ള റെസിസ്റ്റൻസ് ഓരോ സമയത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ് ആ കണ്ടക്ടറിന്റെ നോക്കിയേ V/I എടുത്തു നോക്കുക 0.1 ഡിവൈഡഡ് ബൈ 125 എടുത്തു നോക്കി 0.1 ഡിവൈഡഡ് ബൈ 125 എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുക സാറേ 125 വെറുതെ എടുത്താൽ മതിയോ പോരാ 125 മില്ലി ആംപിയറിന് എടുക്കണം. അതുകൊണ്ട് ഞാൻ ആംപിയറിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് 10⁻³ എന്ന് എഴുതിയിട്ടുണ്ട്. സോ 125 into 10⁻³ തന്നെ എടുക്കുക ആംപിയറിലേക്ക് മാറ്റുന്ന സമയത്ത് മില്ലി ആംപിയറിനെ ആംപിയറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? സോ എനിക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് അവിടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ് ആ കണ്ടക്ടറിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0.8 ഓം എന്ന് എനിക്ക് കിട്ടും. എന്താ കിട്ടുക 0.8 ഓം എന്ന് എനിക്ക് കിട്ടും. ഓരോന്ന് എടുക്കുന്ന സമയത്ത് 0.81 0.83 ആ ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 0.8 ഓം എന്ന് പറഞ്ഞിട്ട് 3 ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.8 ഓം എന്ന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ആ പറയുന്ന വാല്യൂ റെസിസ്റ്റൻസിന്റെ വാല്യൂ വേരി ചെയ്യുന്നില്ല. അതായത് വി വേരി ചെയ്യുന്ന പോലെ തന്നെയാണ് കറണ്ട് വേരി ചെയ്യുന്നത്. വി ഇൻക്രീസസ് കറണ്ട് ഇൻക്രീസസ്. ഓംസ് ലോ വെരിഫൈഡ് ആയി. എനിക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എനിക്ക് കിട്ടി സാറേ. അതുകൊണ്ട് പറയാൻ പറ്റും ഇവിടെ ഓംസ് ലോ വെരിഫൈഡ് ആയി എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? ഇതൊന്ന് നമ്മൾ ഗ്രാഫിക്കലായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാലോ കുഞ്ഞുങ്ങളെ? ഗ്രാഫിക്കലായിട്ട് വെരിഫൈ ചെയ്ത് നോക്കിയാലോ? ഗ്രാഫിക്കലായിട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഞാൻ എന്താ വോൾട്ടേജ് മെഷർ ചെയ്തു, വോൾട്ടേജ് വരച്ചു. മറ്റേ ഭാഗത്തായിട്ട് കറണ്ട് എഴുതി. കറണ്ട് ഞാൻ മില്ലി ആംപിയറിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ വോൾട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മില്ലി വോൾട്ട് എന്നല്ല, വോൾട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സോ നോക്കേണ്ട കാര്യം എന്താ, ഇവിടെ നമുക്ക് കിട്ടിയ ഓരോ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്ലോട്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് നോക്കി ഇതാ 0.1 വോൾട്ട് ആവുന്ന സമയത്ത് 125 അപ്പൊ സാറേ 0.1 എവിടുന്ന് വന്നു? ഇവിടെ 0.1 എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ സ്കെയിലിംഗ് ചെയ്യുക. അതായത് എങ്ങനെയാ സാറേ സ്കെയിൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് നോക്കി. ഇതല്ലേ നമ്മൾ എക്സ് ആക്സിസ്. ഇതിൽ ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് സാറേ? അരീസ് ഇവിടെ ഡിവിഷൻ നോക്കണ്ട, ഇവിടുത്തെ ഡിവിഷൻ നോക്കണ്ട. നിങ്ങൾ ഇവിടുത്തെ 1 സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കിയതല്ലേ. അതുകൊണ്ട് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സാറേ? 0.05 ആണ്. ദാറ്റ് ഈസ് എന്താണ് സാറേ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.05 എന്താണെന്നാ പറയേണ്ടത്? 0.05 വോൾട്ട് ആണെന്ന് പറയാം. വൈ ആക്സിസിലാണെങ്കിലോ സാറേ വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സാറേ? 50 ആണ്. 50 എന്താണ് സാറേ? മില്ലി ആംപിയർ ആണ്. സോ വൈ ആക്സിസിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മില്ലി ആംപിയർ ആണ്. എക്സ് ആക്സിസിലാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.05 വോൾട്ട് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അങ്ങനെ 0.05, 0.1, 0.15, 0.2 എന്ന രീതിയിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിൽ 50, 100, 150 എന്ന രീതിയിൽ നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസുകളൊക്കെ അവിടെ പ്ലോട്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിയേ 0.1ൽ 125, 0.1ൽ 125, ഓക്കെ 100, 120, 125. സോ ഇവിടെ നമ്മൾ 125 അതായത് 1.1 വോൾട്ടിൽ 125. അതേപോലെ ബാക്കിയുള്ള എല്ലാ 3 റീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്ത് വെക്കുന്നു. 3 മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഇവിടുന്നായിട്ട് വരയ്ക്കുന്നു കുഞ്ഞുങ്ങളെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഇവിടുന്ന് വരയ്ക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ സ്ലോപ്പ് എടുക്കുന്നു. എന്തിന്റെ സ്ലോപ്പ് എടുക്കുന്നു? ഈ പറയുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുന്നു. സാറേ എങ്ങനെയാ സ്ലോപ്പ് കാണുക? സാറേ ഇവിടുന്ന് എങ്ങനെയാ സ്ലോപ്പ് കാണുക? സാറേ നോക്കിയതാ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് നീട്ടി വരയ്ക്കുക. വേറെ കളർ മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ സാറ്. ഇതാ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് നിങ്ങൾ ഇതിനിടയിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സുകൾ എടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതാണോ? അപ്പൊ ഇവിടെ സ്ലോപ്പ് എങ്ങനെയാ സാറേ കാണുക? മാർക്ക് ചെയ്യാം സാറേ. ABC. സാറേ എങ്ങനെയാ സ്ലോപ്പ് കാണുക? സാറേ സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്ത് എങ്ങനെയാ സാറേ? ഇവിടെ നമുക്ക് BC/AC ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുക്കുന്നത്. സമം ഇങ്ങനെ ആലോചിച്ചാൽ മതി. വോൾട്ടേജ് ബൈ കറണ്ട് V/I അല്ലേ സാറേ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വോൾട്ടേജ് കിടക്കുന്നത് അടിഭാഗത്തല്ലേ സാറേ? ഇവിടെയല്ലേ വോൾട്ടേജ് കിടക്കുന്നത്? അതുകൊണ്ട് ഞാൻ AC-യെ ഞാൻ ആദ്യം എഴുതണം. സാറേ AC എഴുത്താൽ എത്ര ഉണ്ടാവുക സാറേ? 0.2 മൈനസ് 0.1 ദാറ്റ് ഈസ് 0.2 മൈനസ് 0.1 0.2 മൈനസ് 0.1 ബൈ എത്രയാ സാറേ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ സാറേ ഉള്ളത്? കറണ്ട് ഇതാ ഈ ആക്സിസിലാണ്, വൈ ആക്സിസിലാണുള്ളത്. 225 അല്ലേ സാറേ നമ്മൾ വരച്ചിരിക്കുന്ന പോയിന്റ്? ഇതാ ഈ പോയിന്റ് 225 ഏറ്റവും മുകളിലത്തത് മൈനസ് എത്രയാണ് സാറേ? ബൈ എത്രയാണ് എഴുതുക? ദാറ്റ് ഈസ് 125. ടോട്ടൽ എത്ര കിട്ടി സാറേ? ദാറ്റ് ഈസ് 0.1 ബൈ 100. ഇവിടെ ഒരു സാധനം എഴുതാൻ മറന്നു സാർ. എന്താ? 10⁻³ മീറ്റർ നമ്മൾ ആംപിയറിലേക്ക് മാറ്റണ്ടേ? സോ 10⁻³ ഇടാൻ മറക്കരുത്. സോ ഇവിടെ ഉണ്ടാവും 10⁻³ എന്നുണ്ടാവും സാറേ. സോ ഇത് എത്ര ഉണ്ടാവും? 100
100 ഡിവൈഡഡ് ബൈ 100 അറൗണ്ട് നമുക്ക് 1 ഓം എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ. എത്ര കിട്ടുക? 1 ഓം റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 1 ഓം എന്ന് കിട്ടി. സോ നമുക്ക് നേരത്തെ ഗ്രാഫിൽ നല്ലാതെ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയായിരുന്നു? അറൗണ്ട് 1 ഓം തന്നെയായിരുന്നു അല്ലേ? 0.8 ഓം ആയിരുന്നു. നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 0.1 ഓം. 0.1 അല്ല, 1 ഓം നമുക്ക് കിട്ടും. ചെറിയ ചെറിയ എറേഴ്സുകളൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റീഡിംഗ് എടുക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ എറേഴ്സുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് സാറേ എറേഴ്സുകൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ റീഡിംഗ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. 0.8 സാറിന് കിട്ടിയത് 0.82 83 എന്നൊക്കെ വാല്യൂസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സാർ എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാവാൻ കാരണം? ഞാൻ ഈ പറയുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ പറയുന്ന ആൾ ഹീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്? അവിടുത്തെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചറിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡൻ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അത് ആലോചിച്ചുകൊണ്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക, അതേപോലെ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതേപോലെ എത്രയാണോ റെസിസ്റ്റൻസ് കിട്ടുന്നത് എന്ന് നോക്കുക. അപ്പം സാറേ എന്താണ് സാറേ നമ്മളെ കാൽക്കുലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്? ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാൽക്കുലേഷൻസ് കൊണ്ടുവരാട്ടോ. ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ സാർ എവിടെ ചേർന്നാൽ മതി? ഈ പറയുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ കാണിച്ചാൽ മതി. ഗ്രാഫ് സെപ്പറേറ്റ് കിട്ടുമല്ലോ. നമുക്ക് ഗ്രാഫ് സെപ്പറേറ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ വരച്ചു വെക്കുക. അതിനുശേഷം കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് ഫ്രം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 1 ഓം എന്ന് എഴുതിയാൽ മതി കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെയാ സാറേ ഈ പറയുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിച്ചു. എത്രയാ സാറേ? 0.8 ഓം എന്ന് എനിക്ക് കിട്ടി. എവിടുന്ന്? ഗ്രാഫിൽ നിന്നല്ലാതെ എനിക്ക് 0.8 ഓം എന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടി. ടാബ്ലാർ കോളത്തിന്റെ നോക്കി ആവറേജ് എടുത്തു നോക്കാം. ഇവിടുത്തെ ആവറേജ് എടുത്ത് നോക്കി. 0.8 ഓം തന്നെയല്ലേ എനിക്ക് കിട്ടുന്നത്? 0.8 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആവറേജ് കിട്ടുന്നത് 0.8 ഓം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 ഓം എന്ന് എനിക്ക് കിട്ടി. സാർ എന്നോട് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി സാർ എങ്ങനെയാണ് കാണുക? റെസിസ്റ്റിവിറ്റി സാറെ എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എനിക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു RA/L എന്ന് പറയുന്ന ഇക്വേഷനാണ്. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു RA/L, റെസിസ്റ്റൻസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഈ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ലെങ്ത് അറിയണ്ടേ സാറേ? ഞാൻ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു 20 സെൻറ്റിമീറ്റർ ആണ് സാറേ ആ പറയുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നത്, ആ റെസിസ്റ്റൻസിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം 20 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.2 മീറ്റർ. എല്ലോ മീറ്ററിലേക്ക് ചെയ്യാം കേട്ടോ. 0.2 മീറ്ററിന് എഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് പറയാം 1 സെൻറ്റിമീറ്റർ അല്ലെ 2 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ 2 × 10⁻²- എന്നിട്ട് തന്നെ ചെയ്യാം. 2 × 10⁻² എന്ന് തന്നെ ഇട്ട് ചെയ്യാം. കാരണം സെൻറ്റിമീറ്റർ മീറ്ററിലാക്കണമെങ്കിൽ നമുക്ക് 10⁻² എന്ന് പറയുന്ന റീഡിംഗ് ആണ് നമ്മൾ ആ പറയുന്ന വാല്യൂ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അപ്പോൾ ലെങ്ത് കിട്ടി 0.2. സോ ഞാൻ കൊടുക്കുകയാണ് R എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സാർ എങ്ങനെയാണ് കാണുക? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആ സ്ക്രൂ ഗേജിന്റെ റീഡിംഗ് ഞങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂസ് എത്രയായിരുന്നു സാറേ? നമുക്ക് കിട്ടിയ വാല്യൂസ് 0.42 മില്ലിമീറ്റർ ആയിരുന്നു. അത് അതിന്റെ ഡയമീറ്റർ അല്ലേ, തിക്നെസ് അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയല്ലേ. സോ അതിന്റെ പകുതി എടുക്കുന്ന സമയത്ത് റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.21 മില്ലിമീറ്റർ എന്ന് കിട്ടി ഇല്ലേ? ഡയമീറ്റർ ആണ് കിട്ടുക. നമുക്ക് ഇതിന്റെ തിക്നെസ് എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. അതിന്റെ പകുതിയാണ് റേഡിയസ്. ആ പകുതി എടുത്തു 0.21 മില്ലിമീറ്റർ കിട്ടി. മില്ലിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മീറ്ററിലേക്ക് ആക്കി. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അതൊരു സർക്കുലർ ഷേപ്പിലാണ് അവിടെ ഉണ്ടാവുന്ന ഏരിയ ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു സിലിണ്ടറിക്കൽ ഈ പറയുന്ന ഒരു ഡിസ്ക് പോലെയാണ്. ദാറ്റ് മീൻസ് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr² ആണ്. സോ πr² ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും π × 3.14 നേരത്തെ മുകളിൽ ചെയ്ത പോയിന്റ്, അതായത് R-ന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രയാണ് സാറേ കിട്ടുന്നത്? 0.13 × 10⁻6 എന്ന് കിട്ടും. അത് ഞാൻ കൊടുക്കുന്നതാണ് 0.13 × 10⁻6 മീറ്റർ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടും. എന്തിൻ്റെത്? ഏരിയ കിട്ടി സാറേ. ഇനി എനിക്ക് ലെങ്ത് വേണ്ടേ? ദാറ്റ് ഈസ് 0.2 മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയാലോ നമുക്ക്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും റെസിസ്റ്റിവിറ്റി? ദാറ്റ് ഈസ് 0.52 × 10⁻6 ഓം മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ ഒരിക്കലും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എത്രയാണ്? ഓം മീറ്റർ ആണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 0.52 × 10⁻6 ഓം മീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി.
ക്ലിയർ ആണോ? സോ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ നമുക്ക് കിട്ടി സാറേ 0.52 × 10⁻⁶ ഓം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏത് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലും ആ പറയുന്ന റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആൾക്ക് വേരിയേഷൻ ഉണ്ട്. മീൻസ് ഏത് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സെയിം കണ്ടക്ടർ, കോപ്പറിൻ്റെ കണ്ടക്ടർ എടുത്തു, അതിൻ്റെ ഏത് തിക്നെസ്സോ ഏതിൻ്റെ ലെങ്ത്തോ എടുത്താലും പ്രശ്നമില്ല, അതിൻ്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ ഏത് വയറെടുത്ത് പകുതി മുറിച്ചെടുത്തോ, കൂടുതൽ ലെങ്ത് എടുത്തോ, ഒരു പ്രശ്നവുമില്ല, റെസിസ്റ്റിവിറ്റി റിമെയിൻസ് സെയിം എന്നുള്ള പോയിന്റ് ആലോചിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന റിസൾട്ടുകളൊന്ന് എഴുതി നോക്കാം. സാറേ റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൺ വയർ ഫ്രം ടേബിൾ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടി സാറേ 0.8 ഓം എന്ന് എനിക്ക് കിട്ടി. ഫ്രം ഗ്രാഫ് അറൗണ്ട് 0.8ൻ്റെ അടുത്ത് തന്നെയുള്ള വാല്യൂ തന്നെയാണ്. 0.8 എന്ന് പറഞ്ഞാൽ നിയർ ടു 1 അല്ലേ, സോ 1 ഓം എന്നാണ് ഗ്രാഫിൽ നിന്ന് എനിക്ക് വാല്യൂ കിട്ടി. സോ ഇനി റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ, നമ്മളിപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ 0.52 × 10⁻⁶ ഓം മീറ്റർ എന്ന് എനിക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? സോ ഇത്രയാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത്. എക്സാമിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി ശേഷം എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വൈവ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് സാറേ വൈവ ക്വസ്റ്റ്യൻസ്? എന്തായാലും ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാനുള്ളൂ. സാറിന് ഓംസ് ലോ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമ്മൾ മേടിച്ചിരിക്കും. ഒന്നാമത് സാർ എന്താ, ഡിഫൈൻ ഓംസ് ലോ. എന്താ സാറേ ഓംസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. പഠിച്ചു വെക്കുമല്ലോ അല്ലേ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഓംസ് ലോ? ദാറ്റ് ഈസ് V = IR എന്ന് പറയുന്ന ഇക്വേഷൻ, R = V/I എന്ന് പറയുന്ന ഇക്വേഷൻ, I = V/R എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഓംസ് ലോയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. വാട്ട് ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA/L ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 m², ആൻഡ് L എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആകുന്ന സമയത്ത് ഈ പറയുന്ന റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R എന്ന് എനിക്ക് എഴുതിക്കൂടെ? A 1 ആണ്, L 1 ആണ്. സോ റോ = R എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് resistivity is defined as the resistance of the conductor whose length and area are unity എന്നാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ, 10th നിങ്ങൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഹൂസ് ഏരിയ ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ആർ യൂണിറ്റി. അതായത് 1 ആകുന്ന സമയത്ത് റെസിസ്റ്റൻസ് തന്നെയാണ് ആ പറയുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് SI യൂണിറ്റ് വോൾട്ട് ആണ് അല്ലേ നമ്മൾ പറയുന്നത്. SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വോൾട്ട് ആണ്. ദ കറണ്ട് മെഷേർഡ് ഇൻ വിച്ച് യൂണിറ്റ് ആണ്? സർ ആംപിയറിലാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുക. സോ മില്ലി ആംപിയറുകളിലും നമ്മൾ കറണ്ട് മെഷർ ചെയ്യാറുണ്ട്. എന്നിട്ട് മില്ലി ആംപിയറിനെ ആംപിയറിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ആംപിയറിലാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാറുള്ളത്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം ആണ് അല്ലേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. Does the resistance depends on temperature? Yes. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ ആ ഡെഫിനിഷൻ പറയുമ്പോഴും പറയുന്ന കാര്യമാണ്. ടെമ്പറേച്ചർ വാരി ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡൻ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആൾ കേട്ടോ, മറക്കരുതേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എത്രത്തോളം പറയുന്ന ആ കണ്ടക്ടർ ആ ഇലക്ട്രോണിനെ കണ്ടക്ട് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. സോ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. റെസിപ്രോക്കലാണ്. സോ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1/ρ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി നമുക്ക് വിളിക്കാം കേട്ടോ. 1/ρ ആണ് നമ്മളെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് എത്രത്തോളം കണ്ടക്ട് ചെയ്യുന്നു. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാലോ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു ആ പറയുന്ന ചാർജിനെ എന്നാണ് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണല്ലോ? സോ വാട്ട് ഡിഫൈൻ എ റിയോസ്റ്റാറ്റ്? റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺട്രോൾസ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ബൈ അഡ്ജസ്റ്റിംഗ് ഇറ്റ്സ് റെസിസ്റ്റൻസ് എന്നാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവസാനം മൂവ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ. ആ മൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയും അവിടെയുള്ള എന്ത് വേരി ചെയ്യുന്നു, ആ സർക്യൂട്ടിലുള്ള കറണ്ട് നമുക്ക് വേരി ചെയ്യാനും സാധിക്കുന്നു. ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഡസ് ദ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ ഡയമെൻഷൻ ഓഫ് ദി കണ്ടക്ടർ? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. R ഈസ് പ്രൊപ്പോർഷണൽ ടു L ആണ്, R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. ഒരിക്കലും റെസിസ്റ്റിവിറ്റി റോയുടെ ഇക്വേഷൻ RA/L എന്ന് എഴുതുന്നുണ്ടെങ്കിൽ പോലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ലെങ്ത്തിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ലെങ്ത്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ആ പറയുന്ന നേച്ചർ ഓഫ് ദി കണ്ടക്ടറിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആരുടെ ഈ പറയുന്ന ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ. പക്ഷെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും, ആ പറയുന്ന നേച്ചർ ഓഫ് ദി കണ്ടക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ഇയാൾ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ഏത് കണ്ടക്ടറാണ്? അയൺ ആണെങ്കിൽ അതിന് റെസിസ്റ്റിവിറ്റി വേറെയാണ്, നമ്മളെ കോപ്പർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി വേറെയാണ്. അങ്ങനെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റിവിറ്റി മാറും. പക്ഷേ ഈ പറയുന്ന റെസിസ്റ്റൻസോ ലെങ്ത് മാറുന്നതിനനുസരിച്ച് മാറും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറും, അതേപോലെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. എന്ത് മാറിയാലും റെസിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. സോ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് സെയിം. സോ ഇത്രയാണ് നമ്മളെ വൈവ ക്വസ്റ്റ്യൻസ് വരുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ പോയിന്റ് നല്ലപോലെ ആലോചിച്ച് വെച്ചിട്ട് ഓംസ് ലോ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ആ എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ പറയുന്ന വീഡിയോൻ്റെ അടിയിൽ നല്ലപോലെ സാർ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റി എന്ന് കമൻറ്റ് ഇടാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.